എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 106, 107, 108 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ഠുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടി ചേർന്നിട്ടുള്ള സുന്ദരമായിട്ടുള്ള ദിനങ്ങൾ, അവരുടെ ആ കഥയാണ് അടുത്തതായിട്ട് വർണ്ണിക്കാൻ പോണത്. നമുക്ക് ആദ്യം 106ാമത്തെ ശ്ലോകം ചൊല്ലാം. സതയാ തത്ര സത്രാജിത്സുതയാ സഹ മാധവ പദേഷു രമണീയേഷു രേമേ രക്തേന ചേതസാ. ആദ്യം പദച്ഛേദം പറയാം, കാര്യമായിട്ടൊന്നുമില്ല എങ്കിലും പദപരിചയം ആവാം. സ തയാ തത്ര സത്രാജിത്സുതയാ സഹ മാധവ പദേഷു രമണീയേഷു രേമേ രക്തേന ചേതസാ. എന്താണ് അവിടെ അടുത്തതായിട്ടുണ്ടായത്? സത്യയെ പറ്റിയിട്ട് കുറേ പറഞ്ഞുല്ലോ, ഇനി സത്യഭാമയെ പറ്റിയിട്ട് കുറച്ച് വർണ്ണിക്കാം എന്നുള്ള രീതിയിൽ പറയാണ്. തത്ര സ മാധവ. അവിടെ ആ ദ്വാരകയിൽ ഇപ്പോൾ രുക്മിണിയുണ്ട്, സത്യയുണ്ട്, സത്യഭാമയുണ്ട്. രുക്മിണിയുടെ കഥയൊന്നും പിന്നെ പറയാണ്ടായി. സത്യയുടെ കാര്യവും തൽക്കാലം പറഞ്ഞു നിർത്തി. ഇനി സത്യഭാമയോട് കൂടിയിട്ടുള്ളതാണ്. അവിടെ വച്ചിട്ട് തയാ സത്രാജിത് സുതയാ സഹ, ആ സത്രാജിത്തിൻ്റെ മകളോടൊരുമിച്ച് സത്യഭാമയോട് കൂടിയിട്ട്. ഇതുവരെ സുകുമാരകവി സത്യഭാമ എന്ന് പേര് പറഞ്ഞില്ല. ഏതായാലും നമുക്കറിയാലോ, സത്യഭാമയോട് കൂടിയിട്ട് രക്തേന ചേതസ. രക്തേന എന്ന് പറയുമ്പോൾ രക്തത്തിൻ്റെ വർണ്ണമോ രക്തം എന്നൊന്നുമല്ല എടുക്കേണ്ടത്. അനുരക്തേന, അനുരാഗത്തോടു കൂടിയ മനസ്സോടു കൂടിയിട്ട്. സത്യയെ വിവാഹം കഴിച്ചുല്ലോ, സത്യയോടാണോ കൂടുതൽ സ്നേഹം? അപ്പോൾ സത്യഭാമയോടോ എന്ന് ചോദിച്ചാൽ സത്യഭാമയോടും അതേപോലെ തന്നെയാണ് സ്നേഹം. രുക്മിണിയോടുള്ളതുപോലെ തന്നെ സത്യയോട്, സത്യയോടുള്ളതുപോലെ തന്നെ സത്യഭാമയോട്. ആരോടും ഒരു പക്ഷഭേദവുമില്ല, ആരെയും വ്യത്യസ്തരായിട്ട് ഭഗവാൻ കാണണമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ അനുരാഗത്തോടു കൂടിയിട്ട്, വളരെ പ്രേമപൂർണമായ മനസ്സോടു കൂടിയിട്ട്, ചേതസ മനസ്സോടു കൂടിയിട്ട്, രമണീയേഷു പദേഷു രേമേ, രമണീയങ്ങളായിട്ടുള്ള പദങ്ങളിൽ രമിച്ചു. രമണീയങ്ങളായിട്ടുള്ള പദങ്ങൾ എന്ന് പറഞ്ഞാൽ ദ്വാരകയിൽ നല്ല നല്ല മുറികളുണ്ടാവും, നല്ല നല്ല ഉദ്യാനങ്ങൾ, പോയി ചെന്നിരുന്ന് രസകരമായിട്ട് നേരങ്ങൾ കഴിച്ചു കൂട്ടാൻ പറ്റിയ പ്രദേശങ്ങളൊക്കെ ഉണ്ടാവും. നല്ല അലങ്കാരങ്ങളോട് കൂടിയ മുറികൾ, നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള പ്രദേശങ്ങൾ, നല്ലവണ്ണം തെളിഞ്ഞ അല്ലെങ്കിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളോട് കൂടിയിട്ടുള്ള ഉദ്യാനങ്ങൾ, നല്ല നിലാവുള്ള രാത്രികൾ, ഇതൊക്കെ ആ ദ്വാരകയിലുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അവിടെയൊക്കെ ഇരുന്നു കൊണ്ടും അങ്ങനെ രസകരമായിട്ട് ആ മധുവിധുരാവുകൾ കഴിച്ചുകൂട്ടി. അതാണ് രമണീയേഷു പദേഷു. പദേഷു പദങ്ങളിൽ, സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടെ കഴിച്ചുകൂട്ടിക്കൊണ്ട് രേമേ രമിച്ചു. ഇഷ്ടംപോലെ ആ സുഖകരമായിട്ടുള്ള ശൃംഗാരരസം അനുഭവിച്ചുകൊണ്ട്, രതിസുഖം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ഇനി അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ളൊരു വർണ്ണന കാണാനുണ്ട്. മറ്റുള്ളവരുടെ ആരുടെയും ഇത്തരം വിഷയങ്ങളൊന്നും വർണ്ണിച്ച് കാണാനില്ല. ശ്രീകൃഷ്ണൻ്റെയും സത്യഭാമയുടെയും രതിക്രീഡകളെ പറ്റിയിട്ടുള്ള ശ്ലോകങ്ങളാണ്. ചുരുക്കത്തിൽ അതാണ് വരാൻ പോണത്. നമുക്ക് 107ാമത്തെ ശ്ലോകം നോക്കാം. ദൃഷ്ടയസ്ത്രപയാലോലാസ്തസ്യാ വാച ശ്രുതാശ്രുതാ രഥാന്യനുപചാരീണി രതിമാദധിരേ ഹരേ. ആദ്യം പദച്ഛേദം പറയാം. ദൃഷ്ടയ ത്രപയാ ലോലാഹ തസ്യാ വാച ശ്രുതാശ്രുതാഃ രഥാനി അനുപചാരീണി രതിം ആദധിരേ ഹരേഃ. സത്യഭാമയോട് കൂടിയിട്ടുള്ള സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളെ പറ്റി പറയാണ്. തസ്യാഹ ത്രപയാ ലോലാഹ ദൃഷ്ടയ. തസ്യാഹ ആ സത്യഭാമയുടെ, ത്രപയാ ലോലാഹ ത്രപ കൊണ്ട് ലോലമായിട്ടുള്ള, ത്രപ നാണം വന്നതുകൊണ്ട് ലോലമായ ചഞ്ചലമായ, അതായത് ശ്രീകൃഷ്ണനെ നോക്കണമൊക്കെ ഉണ്ട്. പക്ഷേ ശ്രീകൃഷ്ണൻ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അപ്പോൾ ദൃഷ്ടി മാറ്റും, താഴത്തേക്കാക്കും, നാണം വന്നിട്ട് ആകെ തുടുത്ത് വല്ലാതെ വിവശയായിത്തീരും. അങ്ങനെയുള്ള നോട്ടങ്ങൾ, സത്യഭാമയുടെ ആ ആകാര വടിവും സൗന്ദര്യവും ഒക്കെയാണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. നാണം കൊണ്ട് ചഞ്ചലമായി തീർന്ന കണ്ണുകൾ, അതുപോലെ തുടുത്ത മുഖം, ഇതൊക്കെയാണ് പറയണത്. തസ്യാഹ ത്രപയാ ലോലാഹ ദൃഷ്ടയ. അതുപോലെ തന്നെ ശ്രുതാഹ അശ്രുതാഹ വാചഃ, കേൾക്കാൻ പറ്റുന്നതും
കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ സ്വകാര്യമായിട്ട് പറയുന്നതായിട്ടുള്ള വാക്കുകൾ എല്ലാമുണ്ട്. എല്ലാ തരത്തിലുള്ള ഇടപഴകലും ഉണ്ട്. ചിലതൊക്കെ ശ്രീകൃഷ്ണന് കേൾക്കാൻ പറ്റുന്നുണ്ട്, ചിലതൊന്നും കേൾക്കാൻ പറ്റണില്ല. നാണം കൊണ്ട് സത്യഭാമയ്ക്ക് അതൊന്നും പറയാൻ പോലും പറ്റണില്ല. പക്ഷെ എന്തൊക്കെയോ മന്ത്രിക്കുന്നത് പോലെ ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് വീഴുന്നുമുണ്ട്. ചുണ്ടിൻ്റെ അനക്കമൊക്കെ കാണാനുണ്ട്. അതാണ് ശ്രുതാഹ, കേൾക്കാൻ പറ്റുന്നതും ഹൃദ്യമായിട്ടുള്ള അങ്ങനെയുള്ള വാക്കുകൾ. അതുപോലെ തന്നെ അശ്രുതാഹ, കേൾക്കാൻ പറ്റാത്തത്, വളരെ നിശബ്ദമായിട്ട് മന്ത്രിക്കുക, സ്വകാര്യമായിട്ട് ദൂരെ ഇരുന്ന് പറയുന്ന വാക്കുകൾ ചിലപ്പോൾ കണ്ടാലും മനസ്സിലാവില്ല, കേൾക്കാനൊട്ട് പറ്റുകയില്ല. അതൊക്കെ പക്ഷേ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്, ആനന്ദത്തിൻ്റെ ഭാഗമാണെന്നാണ് കവി പറയണത്. അതാണ് ശ്രുതാഹ അശ്രുതാഹ വാചഃ. അതുപോലെ അനുപചാരീണി രഥാനി ഹരേഹെ രതിം ആദധിരേ. അനുപചാരികൾ എന്ന് പറഞ്ഞാൽ ഉപചാരത്തോട് കൂടിയതല്ലാത്തത്. ഉപചാരത്തോട് കൂടിയതെന്ന് പറഞ്ഞാൽ ഭർത്താവാണ്, ഭാര്യയാണ്, ഇന്ന ദിക്കിലേ അവർ തമ്മിൽ കാണാവൂ, ഇന്ന ദിക്കിൽ വെച്ചേ അവർ അടുത്ത് ഇടപഴകാവൂ, കെട്ടിപ്പിടിക്കാവൂ, ചുംബിക്കാവൂ, അങ്ങനെയൊക്കെ വളരെ ഔപചാരികമായിട്ട് മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്നവർ, രാജാവാണ്, രാജകുമാരനാണ്, ഞാൻ രാജകുമാരിയാണ് എന്നുള്ള രീതിയിലൊക്കെ മാറി നിൽക്കുന്ന അതിനെയാണ് ഉപചാരം എന്ന് പറയണത്. എന്നാൽ സത്യഭാമയുടെ പ്രേമപാരവശ്യം എന്ന് പറഞ്ഞത് അനുപചാരക്രമത്തിലുള്ളതായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? തനിക്കിഷ്ടം തോന്നിയാൽ എവിടെ വെച്ചാണോ അവിടെ വെച്ച് ശ്രീകൃഷ്ണനെ കെട്ടിപ്പിടിക്കാനോ ഉമ്മവയ്ക്കാനോ ഒന്നും സത്യഭാമയ്ക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതൊക്കെ ശ്രീകൃഷ്ണനെ വളരെ സന്തോഷിപ്പിക്കുക ചെയ്തത്. അവളുടെ തുറന്ന ആ പ്രണയം ഹരിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതാണ് ഇവിടെ പറയണത്. അനുപചാരീണി രഥാനി, വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് തൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ മറ്റൊന്നും അവിടെ തടസ്സമായിട്ട് വന്നില്ല. അങ്ങനെയുള്ളതായ ആ പ്രകടനങ്ങളും അതൊക്കെ തന്നെ ശ്രീഹരിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഭഗവാന് ശ്രീകൃഷ്ണന് വളരെ ഇഷ്ടപ്പെട്ടു. അതാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഹരേഹെ രതിം ആദധിരേ, ഹരിയുടെ രതിയെ വർദ്ധിപ്പിച്ചു. ഹരിക്ക് ആ സത്യഭാമയോടുള്ള ഇഷ്ടം ദിനം പ്രതി വർദ്ധിച്ചു വന്നു. സത്രാജിത്തിൻ്റെ മകള് സത്യഭാമ മിടുക്കത്തിയാണ്, എല്ലാ കാര്യങ്ങളിലും കഴിവുറ്റവളാണ് എന്നുള്ളൊരു തോന്നൽ ഭഗവാൻ ഉണ്ടായി എന്നാണ് പറയണത്. നമുക്ക് 108-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. സഖീജനേപി നിർയാതേ പ്രദീപേപ്യുപസംഹൃതേ തത്രപേ പഞ്ചരാസീനാത് ശുകാദുക്താനുവാദിന. നമുക്ക് പദച്ഛേദം പറയാം. സഖീജനേ അഭി നിർയാതേ പ്രദീപേ അഭി ഉപസംഹൃതേ തത്രപേ പഞ്ചരാസീനാത് ശുകാത് ഉക്താനുവാദിന. വളരെ രസകരമായിട്ടുള്ള ചില പദപ്രയോഗങ്ങളും വർണ്ണനകളും ഒക്കെയാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ, തൊട്ട് മുമ്പേയുള്ള ശ്ലോകത്തിൽ പറഞ്ഞത് സത്യഭാമ വളരെ തൻ്റേടിയായിട്ട് മിടുക്കത്തിയായിട്ട് ശ്രീകൃഷ്ണനുമായിട്ട് രസിച്ച് കളിച്ചു നടന്നു എന്നൊക്കെയാണ്. പക്ഷേ രതിക്രീഡകളോട് അടുക്കുമ്പോഴേക്കും അവൾക്കുണ്ടാകുന്നതായ നാണത്തിനെ പറ്റിയിട്ട്, ത്രപയെ പറ്റിയിട്ട്, ലജ്ജയെ പറ്റിയിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നേരെ വിപരീതമാണോ എന്ന് തോന്നും വിധമുള്ളതായിട്ടുള്ളൊരു പ്രയോഗമാണ് ഇവിടെ. നമുക്ക് അർത്ഥത്തിലേക്ക് കിടക്കാം. സഖീജനേ അഭി നിർയാതേ. സഖീജനം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരികൾ, സത്യഭാമയുടെ സുഹൃത്തുക്കൾ, തോഴിമാരെ ചേടിമാരൊക്കെ ധാരാളം പേരുണ്ടാവുമല്ലോ, അവരൊക്കെ പോയിട്ടും അതാണ് സഖീജനേ അഭി നിർയാതേ. അതായത് ചില നേരങ്ങളിൽ അവരോടൊക്കെ കൂടിയിട്ട് സഖിമാരെല്ലാവരും ഉണ്ടാവും, സത്യഭാമ ഉണ്ടാവും, ശ്രീകൃഷ്ണനും ഉണ്ടാവും, എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറയും. അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക്, തങ്ങളുടെ സമീപ പ്രദേശങ്ങളിലുള്ളവരാണെങ്കിൽ അവരവരുടെ വീട്ടിലേക്ക് പോവും, അവരുടെ ഗൃഹങ്ങളിലേക്ക് പോവും. അതല്ല, കൊട്ടാരത്തിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ മുറികളിലേക്കൊക്കെ പോവും, വിശ്രമിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ പിന്നെ ശ്രീകൃഷ്ണനും സത്യഭാമയും മാത്രമായിട്ടുള്ള അവസ്ഥ വരും. അപ്പോൾ വളരെയധികം നാണത്തോടു കൂടിയിട്ടായിരുന്നു സത്യഭാമ ഇടപഴകിയിരുന്നത്. അതാണ് സഖീജനേ അഭി നിർയാതേ. സഖീജനങ്ങൾ പോകുമ്പോൾ പിന്നെന്താണ്? പ്രദീപേ ഉപസംഹൃതേ. ഭഗവാൻ എന്താ ചെയ്യുക? കിടപ്പുമുറിയിലെ വിളക്കുകളൊക്കെ അണയ്ക്കും. രതിക്രീഡകൾക്കുള്ള സമയമായി, അപ്പോൾ അവിടെ വിളക്കുകളുടെ ആവശ്യമില്ല. അങ്ങനെ വിളക്കുകളൊക്കെ അണയ്ക്കുമ്പോഴേക്കും, വിളക്കൊക്കെ കെടുത്തുമ്പോഴേക്കും അവൾക്ക് ആകെ പേടിയാവും. അതാണ് പ്രദീപേ ഉപസംഹൃതേ അഭി.
വിളക്കുകളൊക്കെ കെടുത്തി എങ്കിൽ പോലും ഇനി ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമോ, ആരെങ്കിലും തൻ്റെ പ്രണയം കാണുമോ, ഈ രതിക്രീഡകൾ മറ്റാർക്കെങ്കിലും മനസ്സിലാകുമോ എന്നുള്ള പേടികളൊക്കെ സത്യഭാമയ്ക്ക് ഉണ്ടായിരുന്നതായിട്ട് കവി വ്യംഗ്യരൂപേണ പറയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പഞ്ചരാസീനാത് ഉക്താനുവാദിന ശുഗാത് തത്രപേ, അപ്പോഴും ബാക്കി ചിലരെ കണ്ട് അവൾ നാണിച്ചു. ആരായിരുന്നു അത്? പഞ്ചര ആസീനാത്, പഞ്ചരം കൂടിനകത്തിരിക്കുന്നതായ ഉക്താനുവാദിന ശുഗാത്, ശുഗാത് പക്ഷി, തത്തയെ കൂട്ടിലിട്ടുണ്ടാവും. കളിത്തത്തകളൊക്കെ കൊട്ടാരങ്ങളിലൊക്കെ ഉണ്ടാവും. ആ കളിത്തത്തയിൽ നിന്ന് വരെ പേടിച്ചു. എങ്ങനെയുള്ളതായിരുന്നു കളിത്തത്ത? ഉക്താനുവാദിന, ഉക്താനുവാദി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അതുപോലെ തന്നെ പറയുന്ന തത്തകൾക്ക് അങ്ങനെ ഒരു വശതയുണ്ടല്ലോ, അതിനൊരു കഴിവുണ്ട്. മനുഷ്യൻ്റെ വാക്കുകളിൽ സംസാരിക്കാൻ അറിയാം. അർത്ഥം എന്ന് പറഞ്ഞിട്ടല്ല, ശബ്ദങ്ങളത് ഏറ്റുപറയുക ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൗതുകത്തിന് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ തത്തകളെ വളർത്താറുണ്ട് പണ്ട് മുതലേ മനുഷ്യർ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെയും സത്യഭാമയുടെയും കൂട്ടിലൊരു തത്ത ഉണ്ടായിരുന്നിരിക്കണം. ആ തത്ത ഇവരെന്താ സംസാരിക്കണേ വെച്ചാൽ അതൊക്കെ ഏറ്റുപറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യഭാമയ്ക്ക് ആ തത്തയായി പേടി. തത്തയ്ക്ക് വല്ലതും മനസ്സിലാവുമോ? നമ്മുടെ രണ്ടുപേരുടെയും, ശ്രീകൃഷ്ണൻ്റെയും സത്യഭാമയുടെയും ആ രതിക്രീഡകൾ, അവരുടെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ആ തത്ത കണ്ടുപിടിച്ചാലോ, തത്ത ഇതൊക്കെ വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞാലോ എന്നൊക്കെയുള്ള പേടികൾ. അതുകൊണ്ടൊക്കെ തന്നെ തത്തയുടെ അടുത്ത് നിന്ന് പോലും നാണിച്ചുപോയി എന്ന് വളരെ ഭംഗിയായിട്ട് ഇവരുടെ രതിക്രീഡകളെ പറ്റിയിട്ടുള്ള അനുഭാവങ്ങളുടെയും വ്യഭിചാരി ഭാവങ്ങളുടെയും ഒക്കെ വർണ്ണനയാണ് ശ്രീകൃഷ്ണൻ്റെയും സത്യഭാമയുടെയും. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സതയാ തത്ര സത്രാജിത് സുതയാ സഹ മാധവ പദേഷു രമണീയേഷു രേമേ രക്തേന ചേതസാ ദൃഷ്ടയസ്ത്രപയാ ലോലാസ്തസ്യാ വാചശ്രുതാശ്രുതാഃ രഥാന്യനുപചാരീണി രതിമാദധിരേ ഹരേഃ സഖീജനേപി നിർയാതേ പ്രദീപേപ്യുപസംഹൃതേ തത്രപേ പഞ്ചരാസീനാത് ശുഗാദുക്താനുവാദിന. അങ്ങനെ രസകരമായിട്ടുള്ള ക്രീഡകൾ, അവരുടെ ഒരുമിച്ചുള്ള ദിവസങ്ങളൊക്കെ ഇനി അടുത്ത ശ്ലോകങ്ങളിലും കാണാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.